അങ്ങനെ നമ്മൾ ആനക്കയം ബീച്ച് കഴിഞ്ഞിട്ട് നേരെ കുട്ടമ്പുഴയ്ക്ക് എത്തിയിരിക്കുകയാണ്. ലെഫ്റ്റാണ് നമ്മൾ നേരത്തെ പോയ പൂയംകുട്ടി. നേരെ പോകുന്നത് കുട്ടമ്പുഴ ടൗണിലേക്ക്. കുട്ടമ്പുഴ ടൗൺ എത്തുക, പിന്നെ നേരെ ലെഫ്റ്റാണ് മാമലക്കണ്ടം. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്. ഏകദേശം 40 മിനിറ്റോളം യാത്രയുണ്ട്. നമ്മൾ പതുക്കെയൊക്കെ പോകുന്ന കാരണം അതിൽ കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് മാമലക്കണ്ടം പിടിക്കാം. കണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് നേരെയാണ് നമ്മൾ വന്ന വഴി, അതായത് ഇന്നലെ വന്ന വഴി. ഇവിടെ ലെഫ്റ്റ് കയറുന്ന നേരെ മാമലക്കണ്ടത്തേക്ക്. ഞാൻ മാമലക്കണ്ടം റോഡ് കയറിയിട്ട് ഞാൻ തിരിച്ചറിയും. കാരണം ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് കടകളൊന്നും കാണില്ലെന്ന് വിചാരിച്ച് ഇന്നലെ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങി. അപ്പം ഞാൻ ഒരു കട വെള്ളം കുടിക്കാൻ കയറി. അപ്പം അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാൻ വേറൊരു കാര്യമുണ്ട്. ഇതുണ്ട് ആന, ആ ഫോട്ടോ. അത് ഇവിടുന്ന് ആ കാണുന്ന അതിൻ്റെ ഇടയ്ക്ക് ആനകൾ ഇറങ്ങിയതിൻ്റെ ഒരു ഫോട്ടോ അത്. പണ്ട് ഈ നാട്ടിലുള്ള ഏതൊരു ഫോട്ടോഗ്രാഫർ ചേട്ടൻ്റെ എടുത്തൊരു ഫോട്ടോയാണത്. അപ്പോൾ ഇവിടെ ഇവർ കടലുള്ളവരെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഈ വെള്ളമൊക്കെ കുറയുന്ന സമയത്ത് ആനകൾ ഇവിടെയൊക്കെ ഇറങ്ങുമെന്ന്. അപ്പോൾ അത് നല്ല രസമുണ്ട്. നോക്കി ആ ഒരു ഫോട്ടോ, അത്ര എന്തുമാത്രം ആനകളുണ്ടെന്ന് നോക്കി. അതാണ് ഇവിടെ വന്നിറങ്ങിയേക്കുന്നത്. അപ്പം ഞാൻ വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിട്ട് ഇവിടെ മാമലക്കണ്ട റൂട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ അവിടെ സാറ ബേക്കറി ആൻഡ് ഫ്രൂട്ട്സ് എന്നാണ്, അങ്ങനത്തെ ഒരു ബേക്കറി നിന്നാണ് ഞാനിപ്പം വെള്ളമൊക്കെ കുടിച്ചത്. അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത്. പിന്നെ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കുട്ടമ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അതിലെ പോകുന്നില്ല. റൈറ്റ് സൈഡിലോട്ട് ഒരു കാടിനകത്തൊരു വഴി കണ്ട്, ഒരു അമ്പലമാണ്. അപ്പം അങ്ങോട്ട് പോവാം. പക്ഷേ ആനകളൊക്കെ കാണാതിരിക്കാന്നാണ് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഒറ്റയ്ക്ക് തന്നെ പോകണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇപ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ അമ്പലമൊക്കെ അടച്ചിട്ട് കാര്യം കാണത്തില്ല. അപ്പോൾ നമ്മളിതേ ഫോറസ്റ്റ് റോഡ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഒരു പെട്രോളിംഗ് സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു ഫോറസ്റ്റിൻ്റെ. അപ്പോൾ ഒരു കുട്ടമ്പുഴയിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഓടിച്ച് വന്നതിന് ശേഷമാണ് ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഉരുളൻതണ്ണി എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം ഒരു 3-4 കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഫോറസ്റ്റ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അവിടുന്ന് കഴിഞ്ഞിട്ടാണ് റൈറ്റ് സൈഡിലോട്ടുള്ളത് ആ അമ്പലത്തിലോട്ടുള്ള വഴി. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബോർഡൊക്കെ കാണാം. അതേ ഇവിടെ ഒരു മാമലക്കണ്ട ലെഫ്റ്റ്, പിണവൂർക്കുടി നേരെ, പന്തപ്ര മാമലക്കണ്ട ഇതിലാണോ പോകുന്നത്? ആണ് ഇതിലാണ്. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് മാമലക്കണ്ടം പോകുന്നത്. ഇതാണല്ലേ മാമലക്കണ്ടം പോകുന്ന റൂട്ട്. ഓ, റോഡ് ഇതുപോലെ കാട്ടാണ്. അങ്ങോട്ട് സ്ട്രെയിറ്റ് വേറെ അങ്ങോട്ടുള്ള വഴിയാണ്, പക്ഷെ അങ്ങോട്ട് അവിടുത്തെ ബസ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മാമലക്കണ്ടം പോകേണ്ടത് ഈ ഒരു വഴിയാണ്. അപ്പോൾ കറക്റ്റായിട്ട് എന്തായാലും അവിടെ സൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല, അത് തെറ്റത്തില്ല. ഓ, ഇവിടെ വന്നപ്പോഴും വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു കടയുണ്ട്. ഓക്കെ. ഓ, അപ്പോൾ ഇവിടെ വീടുകളൊക്കെ ഉള്ള സ്ഥലമാണ്. റൈറ്റ് സൈഡിലായിട്ട് കാടാണ്, അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. റോഡ് ഇവിടേക്ക് ഇത്തിരി മോശമാണ്. ഇതുപോലെ തന്നെയാണോ ഫുൾ റോഡൊന്നും അറിയത്തില്ല കേട്ടോ. ഇവിടെ എന്തായാലും അത്യാവശ്യം മോശം റോഡാണ്. നമുക്ക് എന്തായാലും കറക്റ്റ് വഴി കാണിച്ചിട്ടുണ്ട്. കറക്റ്റ് സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുള്ള കാരണം നമുക്ക് വഴി തെറ്റത്തില്ല. അവിടെ ആണെങ്കിൽ ഈ ഒരു ഭാഗം കയറുന്നതിന് അവിടെ തൊട്ട് മുമ്പോഴൊക്കെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരു സൈഡിൽ വീടുകളും ഇപ്പുറത്തെ സൈഡിലായിട്ട് റൈറ്റ് സൈഡിൽ കാടുമാണ്. അതിൽ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ റോഡ് എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്ന പോലെയല്ല. നമ്മൾ സാധാരണ ഒരു ഫോറസ്റ്റ് റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ റോഡായിരിക്കുമല്ലോ. പക്ഷേ ഇത് റോഡ് ഇത്തിരി മോശമാണ്. ഇതിപ്പോൾ ഒരു ആനയൊക്കെ വല്ല മട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നടിച്ച് ഓടിച്ച് പോകാനോ ഒന്നും പറ്റത്തില്ല. അതുപോലൊരു മോശം റോഡാണ്. വേറെ വണ്ടികളെയാണെങ്കിൽ ഒന്നും കാണുന്നുമില്ല. ഞാൻ അവിടുന്ന് കയറിയപ്പോഴത്തേക്കും കുറച്ച് പിള്ളേർ ബൈക്കിലും 1-2 കാറൊക്കെ തിരിച്ചു പോകുന്നത് കണ്ടായിരുന്നു. ഞാനിപ്പോൾ എന്തായാലും ഒരു ഇന്നോവ പുറകെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടായിട്ട് പോവുകയാണ്. പിന്നെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമായിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഇത്രയും നേരം വെയിലത്തു നിന്ന് വന്നതിൻ്റെ ഒരു ആശ്വാസം ഉണ്ടല്ലോ, ഈ കാട്ടിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. കാരണം നല്ല ഉഗ്രം വെയിലായിരുന്നു. റോഡ് ഇത്തിരി മോശമാണെങ്കിലും ഇവിടെ നിന്ന് വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷ ഒരു ഫോറസ്റ്റ് റോഡിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല. എന്നാലും കുഴപ്പമില്ല. വണ്ടി അവിടെ നിന്ന് വരുന്നുണ്ടല്ലേ.
അത്ര വലുതായിട്ട് പേടിക്കാനുള്ള ഒരു അന്തരീക്ഷമായിട്ട് ഇവിടെ തോന്നുന്നില്ല. പിന്നെ അവിടെ നിന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ആനകൾ പകലാണെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പം വെയിലൊക്കെ ആയത് കാരണം ആനകൾ മിക്കപ്പോഴും ഈ സമയത്ത് ഇറങ്ങാൻ ചാൻസ് ഇല്ല. ഈ ഒരു പാലം പല വീഡിയോസിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതിന് താഴെ കണ്ടായിരുന്നു പഴയ വഴി. ഇത് പുതിയതായിട്ട് പണിഞ്ഞ പാലമാണ്. ഇവിടെ ആളുകളൊക്കെ നിൽപ്പുണ്ട്. പല വീഡിയോസിനകത്തും ഈ ഒരു പാലം ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മളിത് ആ വഴിയാണ് ഓടിച്ചു വന്ന്. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെ സ്പോട്ട് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചവിട്ടിയതാണ്. നല്ലൊരു കിടിലൻ്റെ സ്പോട്ടാണ്. പക്ഷെ നല്ല ഉഗ്രം വെയിലും ഉണ്ട് ഇവിടെ. പക്ഷെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. അതാണ് ഞാൻ ഇവിടെ നിർത്താൻ കാര്യം. പിന്നെ അതെ ഇവിടെ ഒരു ഏറുമാടം കണ്ട്. അപ്പം അതുകൂടെയൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചവിട്ടിയത്. കണ്ടില്ലേ? പക്ഷെ അതിലോട്ട് കയറാനുള്ള വഴിയൊന്നും കാണുന്നില്ല. കയറാതൊക്കെ പോയതായിരിക്കണം. പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഞാൻ ഇത്രയും ഓടിച്ചു വന്നിട്ടും നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ട് പേടി തോന്നുന്ന ഒരു ഇതെനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ റോഡ് നോക്കി കഴിഞ്ഞാൽ റോഡിൻ്റെ ഇരുവശത്തും കാടാണെങ്കിലും അത്യാവശ്യം ഓപ്പൺ ആയിട്ടാണ്. അതായത് ഇപ്പം ഒരു ആനയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ദൂരെ നിന്നാൽ തന്നെ കാണാൻ പറ്റും. അപ്പം അത് കാരണം അത്ര ഒരു പേടി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അതുപോലെ മലക്കപ്പാറയൊക്കെ ആണെങ്കിൽ നമ്മൾ റോഡിനോട് ചേർന്ന് തന്നെ കാടാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി അങ്ങോട്ട് മാറി ആനകളൊക്കെ നിന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ആ ഒരു ഇത് നമുക്ക് ഇല്ല. ദൂരെയാണെങ്കിൽ നമുക്ക് ആനയെ കാണാൻ പറ്റും. പിന്നെ റോഡ് നോക്കിയേ, റോഡ് രക്ഷയില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കാടാണ്. അപ്പം അതിൻ്റെതായ ജാഗ്രത പാലിച്ച് വേണം നമ്മൾ പോകാൻ. എപ്പോഴും ഒരു അലേർട്ടായിരിക്കണം. ഒരു വിധത്തിൽ പറഞ്ഞാൽ റോഡ് ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വണ്ടികളൊക്കെ വിട്ടടിച്ച് പോയേനെ. പക്ഷെ വരുന്ന വഴിക്കുന്നത് ആനപ്പിണ്ടം ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ കണ്ടെങ്കിൽ അതൊക്കെ ഉണങ്ങി പഴയ ആനപ്പിണ്ടങ്ങൾ, ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടങ്ങളൊന്നും കണ്ടില്ല. ഓ, ഇവിടാണ് ഞാൻ വീഡിയോയിൽ കണ്ടുള്ള ആനക്കട എന്ന് പറഞ്ഞുള്ള ഒരു ചായക്കട. ഓ, എനിക്കൊന്ന് ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു അറിയില്ല കേട്ടോ. ഇവിടെ ആനക്കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. നമുക്ക് സ്നാക്സും വെള്ളമൊക്കെ കുടിക്കാൻ പറ്റിയൊരു കടയാണ്. ഞാനെന്തായാലും കുട്ടമ്പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചാറ് ഞാനിവിടെ ഇറങ്ങുന്നില്ല. വണ്ടി വിട്ട് പോവുകയാണ്. അവിടെ കഴിഞ്ഞാൽ പിന്നെ അതേ വീടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ആ ഒരു കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളായിരുന്നു ഫോറസ്റ്റ്. അപ്പോൾ രാത്രിയിലല്ല, അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സമയത്തൊക്കെ വരുമ്പോഴത്തേക്കും ആന ഇറങ്ങും. അല്ലാത്ത സമയത്ത് അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ മാമലക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ എല്ലാം മാമലക്കണ്ടമാണ്. നമ്മളിപ്പോൾ അവിടുന്ന് ആനക്കടയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം തന്നെ ഒന്ന് രണ്ട് കടകളൊക്കെ ഉണ്ട്. അവിടെ ഭക്ഷണശാലയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു 3-4 കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ പറയുന്നതാണ് ഈ മാമലക്കണ്ടം എന്ന് പറഞ്ഞാൽ. അല്ലാതെ മാമലക്കണ്ടം എന്ന് പറഞ്ഞ് വലിയൊരു ജംഗ്ഷനായിട്ടൊന്നും ഇല്ല. അത് ഇതൊരു ചെറിയൊരു ജംഗ്ഷനാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു കുറേ കടകളൊക്കെ ഉള്ളൊരു ജംഗ്ഷനിൽ ചെറിയൊരു ടൗൺ പോലൊന്നും ഇല്ല. അപ്പോൾ നമ്മളിനി ലക്ഷ്യമാക്കി പോകുന്നത് നമ്മുടെ മാമലക്കണ്ടം ആ സ്കൂൾ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ ഉണ്ടെന്നാണ് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മൾ ആനക്കടയിൽ കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് അവിടെ ഒരുപാട് ജീപ്പുകളൊക്കെ കിടപ്പുണ്ട്. ജീപ്പ് സഫാരിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ആയിട്ട് മാമലക്കണ്ടം എക്കോ പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാർക്കിംഗ് ഏരിയ വെച്ചാൽ അവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ജീപ്പും കിടപ്പുണ്ട്. ചെറിയൊരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിലും നമുക്ക് ജീപ്പ് സഫാരിയൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഈ എക്കോ പാർക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് ഒരു ആയുർവേദ ഡിസ്പെൻസറി ഒക്കെ ഉണ്ട്. അവിടുന്ന് ലെഫ്റ്റിലോട്ട് ഇത് കണ്ട ഇങ്ങോട്ടൊരു വഴിയുണ്ട്, ഉരുളിക്കുഴി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട്. പക്ഷേ ഞാനിവിടെ ചോദിച്ചപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ ജീപ്പ് സഫാരിക്കകത്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഉരുളിക്കുഴി വെള്ളച്ചാട്ടം. പിന്നെ അപ്പുറത്തൊരു മുനിപ്പാറയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടും 2 വീലർ പോകുന്ന സംശയമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് 2 വീലർ പോകത്തില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഇതിലെ മുമ്പോട്ട് പോവാം. ഞാനീ വരുന്ന വഴിയിലും ഒരുപാട് അത്യാവശ്യം കുറച്ച് ഹോട്ടലുകളും പിന്നെ നാടൻ ഭക്ഷണശാല എന്നൊക്കെ പറഞ്ഞൊക്കെ
വീട്ടിൽ ഊണെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ കാണുകയൊക്കെ ചെയ്തു. അപ്പം പിന്നെ അതുകൂടാതെ ഒരുപാട് ജീപ്പുകളൊക്കെ ഉണ്ട്. അപ്പം ഈ റൂട്ടിൽ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന റൂട്ടായിരിക്കണമല്ലോ. പക്ഷേ ഞാൻ ഇത്ര നേരം ഓടിച്ച് വന്നിട്ട് സത്യം പറഞ്ഞാൽ അധികം ഇങ്ങനെ ടൂറിസ്റ്റ് വണ്ടികളോ അങ്ങനെയൊന്നും കണ്ടില്ല. ഇനിയിപ്പോൾ ഒരു വീക്ക് ഡേ ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, മിക്കവാറും അതായിരിക്കണം. അപ്പോൾ നമ്മളിനി പോകുന്നത് മാമലക്കണ്ടം സ്കൂളാണ്. മാമലക്കണ്ടം സ്കൂള് എനിക്ക് തോന്നുന്നു ഈ ലെഫ്റ്റാണെന്ന് തോന്നുന്നു. എളംപ്ലാശ്ശേരി ശ്രീ വനദുർഗ ഭദ്രകാളി ക്ഷേത്ര സ്കൂൾ ഇതിലെയാണ്. ഓക്കെ, അതാണ്. ഇവിടെ ഒരു എളംപ്ലാശ്ശേരി ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കൂടി ലെഫ്റ്റ് കയറി പോയാൽ മതി. നമുക്ക് നേരെ ഫ്രണ്ടിൽ കാണാം വലിയ മലയൊക്കെ. അങ്ങനെ ദേ നമ്മൾ ഫേമസ് ആയ മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂൾ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം, എറണാകുളം ജില്ല. ഇത് ഹൈസ്കൂളാണ്. എനിക്കൊന്ന് ഇവിടുത്തെ സ്ട്രെങ്ത് കുറവായിരിക്കണം, അതുകൊണ്ടായിരിക്കണം ഒരുപാട് ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ബിൽഡിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂള്, അതിൻ്റെ പുറകെ കാണുന്ന വലിയ മല, പിന്നെ ദേ അവിടെ നിന്ന് വെള്ളം ഒലിച്ച് വരുന്ന ഒരു ഇത് കണ്ടില്ലേ. പക്ഷെ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഭംഗി നമുക്ക് ഇപ്പോൾ അത്രയ്ക്ക് ആസ്വദിക്കാൻ പറ്റാത്തത്. പക്ഷെ എങ്കിലും നല്ല കിടിലനൊരു വ്യൂ ആണിത്. ഒരു മഴയൊക്കെ ഉള്ള സമയത്ത് വരണം ഇവിടെ. അവിടെ എനിക്ക് അവിടുത്തെ ഹോം സ്റ്റേ കാര്യങ്ങൾ എന്തുകൊണ്ട് ഒരു മോഡലാണ്ട് ആ ഒരു ബിൽഡിംഗ് എന്തോ അവിടെ കാണും. എന്തോ സംഭവം തന്നെ, മിക്കവാറും ഹോം സ്റ്റേ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. പക്ഷെ നല്ല കിടിലൻ വ്യൂ അല്ലേ. ഞാനിപ്പോൾ മാമലക്കണ്ട സ്കൂളിൻ്റെ അവിടുന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എലമ്പളാശ്ശേരി ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ ഇടയ്ക്ക് ഇപ്പം വൈറൽ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തില്ലേ, ഈ ആനക്കുളത്തേക്ക് പോകുന്നത് ഈ എലമ്പളാശ്ശേരി ചെക്ക് പോസ്റ്റ് വഴിയായിരുന്നു. ഓൾഡ് മൂന്നാർ രാജപാത എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാട് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തിരക്കും പറഞ്ഞത് ഇതും ഒരു അതുപോലത്തെ റൂട്ട് തന്നെയാണ്. അപ്പം മറ്റേ നമ്മൾ ആദ്യം പോയത് അത് ആ റൂട്ടും ഈ റൂട്ടും ഏതോ ഒരു സ്ഥലത്ത് നിന്നിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെയും അങ്ങനെ പറയുന്നത്. മറ്റേതാണ് ഗൂഗിളിലൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ സ്ഥലമാണ് ഓൾഡ് മൂന്നാർ റോഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, ആലുവ മൂന്നാർ റോഡ്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും എലമ്പളാശ്ശേരി ചെക്ക് പോസ്റ്റ് വരുന്ന പോയിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഞാൻ ഓടിച്ചോടിച്ച് എലമ്പളാശ്ശേരി ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കടത്തി വിടത്തില്ല. ഞാനങ്ങനെ എലമ്പളാശ്ശേരി ചെക്ക് പോസ്റ്റിന് അവിടുന്ന് തിരിച്ച് വന്ന് മാമലക്കട സ്കൂളിൻ്റെ അവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇരുമ്പുപാലം അടിമാലി ആ റൂട്ടാണ്. അപ്പോൾ അങ്ങോട്ട് കയറി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ ഞാനപ്പം മാമലക്കണ്ടം ആ ഏരിയ കഴിഞ്ഞ് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ മാമലക്കണ്ടം എക്സ്പ്ലോറിങ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ റൂട്ടിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് ആനപ്പിണ്ടങ്ങളൊക്കെ കണ്ടു കേട്ടോ. മറ്റേ നമ്മൾ അവിടുന്ന് മാമലക്കണ്ടം വന്നപ്പോഴത്തേക്കും അത് കുട്ടമ്പുഴയിൽ വന്നപ്പോഴത്തേക്കും അധികം ആനപ്പിണ്ടങ്ങളൊന്നും അത് കണ്ടില്ലായിരുന്നു. പക്ഷേ ഈ റൂട്ടും നമ്മൾ ആ സെയിം റൂട്ട് പോലെ തന്നെയാണ്, വലിയ പേടിക്കാനുള്ള നിലവിലെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ എലമ്പളാശ്ശേരി ഞാനിവിടെ തിരക്കിയപ്പോഴാണ് പറഞ്ഞത് കോടതി വിധിയാണ്, അത് അടച്ചേക്കുവാണ്, ഇനി തുറക്കാൻ ചാൻസ് ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇനി ഈ ആളുകളൊക്കെ പോകുന്നതുകൊണ്ടാണെന്ന് വെച്ച് പറഞ്ഞ് അതൊരു റീസണാണ്. അപ്പോൾ ഇനി ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഞാൻ ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യത്തിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ കിട്ടി. ഓൾഡ് ആലുവ മൂന്നാർ റൂട്ട് അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞ് അതല്ല, നമ്മൾ ആദ്യം പോയ പൂയംകുട്ടി അതാണ് കറക്റ്റ് ഓൾഡ് ആലുവ മൂന്നാർ റൂട്ട് എന്ന് പറഞ്ഞു. ഇത് പിന്നെ ഈ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞ് അതങ്ങനെ ആക്കിയതാണ്. പിന്നെ ലോക്കലായിട്ടുള്ളൊരു ചേട്ടനാണ് പറഞ്ഞത്, അതായത് അവിടെ ഉള്ള ചേട്ടനാണ് പറഞ്ഞത് ഈ റൂട്ടിൽ പോയാലും നമ്മൾ പൂയംകുട്ടി വഴി പോകുന്ന റോഡിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ചേരും, അതുകൊണ്ടാണ് ഇതിനെ അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞത്. പക്ഷേ ഈ പുള്ളി പറഞ്ഞത് എലമ്പളാശ്ശേരിയിലെ ചെക്ക് പോസ്റ്റ് ചോദിച്ചാൽ പറഞ്ഞത് പൂയംകുട്ടിയിലുള്ള അതാണ് കറക്റ്റ് ആലുവ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് എന്ന് പറഞ്ഞു. നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എലമ്പളാശ്ശേരി എന്നുള്ള ആ റൂട്ട് അടച്ച് കാരണം നമുക്ക് കറക്റ്റ് ആനക്കുളത്തേക്ക് പോകുന്നതിനാണെങ്കിൽ 1 മണിക്കൂർ മതിയായിരുന്നു. അതിന് ഫോറസ്റ്റ് ഏരിയ ആണ്, തിക്ക് ഫോറസ്റ്റ് ആണ്, എന്നാലും 1 മണിക്കൂർ മതിയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരുപാട് ചുറ്റി ഇരുമ്പോലൊക്കെ കഴിഞ്ഞ് അങ്ങനെ കറങ്ങിയൊക്കെ വേണം പോകാൻ. അപ്പോൾ ഈ റൂട്ടിൻ്റെ അത്യാവശ്യം ഫോറസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ട റോഡിനേക്കാളിലും ഒരുപാട് ആനപ്പിണ്ടങ്ങൾ ഞാനിവിടെ കണ്ടു, പക്ഷെ ഒന്നും ഫ്രഷ് അല്ല. അപ്പം നമ്മുടെ ഈ മാമലക്കണ്ട സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ 2-3 എപ്പിസോഡ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഞാൻ അത്യാവശ്യം ഈ റൂട്ടിലുള്ള എല്ലാം ഏരിയസും കവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഇടയ്ക്ക് ചിലർക്ക് മിസ്സിംഗ് ആയിട്ടുണ്ടാവുമായിരിക്കും, എന്നാലും മെയിനായിട്ടുള്ള സ്പോട്ടുകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന 1-2 സ്ഥലങ്ങളാണ് നാടുകാണി, വ്യൂ പോയിന്റ്, കോതമംഗലം, പിന്നെ അയ്യപ്പൻമുടി, അങ്ങനെ 1-2 സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ സ്കിപ്പ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഗ്രം വെയിലാണ്. അപ്പോൾ അത് 2 മലയുടെ മുകളിലാണ്. അപ്പോൾ അതിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞുണങ്ങി പോകത്തുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാൻ സ്കിപ്പ് ചെയ്ത്. അവിടെയൊക്കെ പോകണമെങ്കിൽ ഒന്നെങ്കിൽ രാവിലെ പോകണം, അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് പോകണം, എന്നാലേ കാര്യമുള്ളൂ. അപ്പോൾ അത് നമ്മൾ കാണാൻ നിൽക്കുകയാണെങ്കിൽ മിക്ക ഒരു
2 ദിവസങ്ങൾ വേണ്ടി വരും. കാരണം രണ്ട് ദിവസമായിട്ട് തന്നെ വൈകുന്നേരവും രാവിലെ ആയിട്ട് കാണേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ വൈകുന്നേരമായിട്ട് പോകണം. പക്ഷേ അത് നല്ല റിസ്ക് അല്ല, ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ, ഈ മാമലക്കണ്ടം എക്സ്പ്ലോറിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, കൂടെ കൂടുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.